ഗൈസ്, ഇന്ന് നമ്മൾ നേരത്തെ ഇന്ന് 9:09 കഴിഞ്ഞു. ഇന്നലെ നമ്മൾ 9:30 പോയി. ഒരു ഹായ് പറയുന്നേക്കാം. ഗൈസ്, ഇന്ന് ഞങ്ങളുടെ സെക്കൻഡ് ഡേ ആണ് ഗൈസ്. ഇന്നലെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ഒരുമിച്ചിടും. എന്തുവല്ലേ പറയാനുള്ളത്? നമ്മൾ എല്ലാ ദിവസവും വെയിലും ഉണ്ടാക്കുന്നത്. സൺകിസ്ഡ് ആയിട്ടാണ് ഞങ്ങൾ കോളേജിൽ പോകുന്നത്. ഗൈസ്, ഈസിയിലെ മീനുനെയൊക്കെ ഞങ്ങൾ കണ്ടുമുട്ടി ഗൈസ്. ഒരു ഹായ് പറയും. എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ്. പാട്ടൊക്കെ ഞാൻ ലൈക്ക് ചെയ്യണല്ലോ. അപ്പോൾ ഗൈസ്, നമുക്ക് സെമിനാറിൻ്റെ പീരീഡാണ് ഇപ്പോൾ. അപ്പോൾ നമുക്ക് സെമിനാർ ടോപ്പിക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് എല്ലാവരും ലിൻഷയൊക്കെ ആണെങ്കിൽ ബുക്കിനൊക്കെ അടിയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ടെന്നീസൊക്കെ വന്ന് അടിയിട്ട് പുതിയ എനിക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ബുക്ക് കിട്ടി ഗൈസ്. അതുകൊണ്ട് എനിക്ക് തോന്നി ലിൻഷ എൻ്റെ കോപ്പി അടിച്ചിട്ട് അത് മേടിച്ച്. അപ്പോൾ നമ്മുടെ ടോപ്പിക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് പിടിക്കാം ഗൈസ്. ഹലോ ഗൈസ്, ഞങ്ങൾക്ക് ഓപ്പൺ എലക്റ്റീവാണ് ഗൈസ്. അപ്പം എന്നെ വെയിറ്റ് ചെയ്ത് ഒരു 4 കുട്ടികൾ അവിടെ ഇരിക്കുകയാണ്. 4 അല്ല 3 ഉള്ളൂ. ഇപ്പോൾ 3 കുട്ടികൾ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ആദ്യമായിട്ട് ഓപ്പൺ എലക്റ്റീവ് പഠിക്കാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാം എന്നെ പിന്തുടർന്ന് വരുന്നവരാണ് ഗൈസ്. വേഗം പറ. ഇവർ ഞാൻ ഈ ഓപ്പൺ എലക്റ്റീവ് എടുക്കുന്നത് കൊണ്ട് ഇവരെല്ലാം ഇത് എടുക്കുന്നോളാം എന്ന് പറഞ്ഞ്. പ്രസൻസ് സിവിൽ ഗൈസ്, ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നത്. കാരണം ഇവരെല്ലാം ഈസി, ഞാൻ മാത്രമേ ഉള്ളായിരുന്നു സിവിലായിട്ട്. കോമഡി ആയിരുന്നു ഗൈസ്. മേഘയുടെ സാറ് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ മേഘ ഇങ്ങനെ ഏന്ന് പറഞ്ഞപ്പോൾ ജുവൽ അവിടെ ഇരുന്നിട്ട് കേട്ടത്, മേഘ നിന്റെ വീട് എവിടാ? ഒരു മേഘ സാർ എന്താ ചോദിച്ചത്? ഇപ്പം സാറ് ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പം മേഘ ഇങ്ങനെ ഞങ്ങളടുത്ത് എന്ത് മേഘ ഫുഡ് പ്രിന്റിന് കേട്ടത് ഫുഡ് കഴിച്ചോ? ഫുഡ് കഴിച്ചോന്നൊക്കെ കേട്ടായിരുന്നെങ്കിൽ മേഘ പറഞ്ഞേനെ കഴിച്ചോ. എന്ന് സൺകിസ്ഡ് തന്നെ.